നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഉത്രം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം ചിങ്ങക്കൂറിലും അവസാന 3 പാദങ്ങൾ കന്നിക്കൂറിലും പെടുന്നു. അതായത് ഉത്രം നക്ഷത്രം തുടങ്ങി 6 മണിക്കൂറിനുള്ളിൽ ജനിച്ചവർ ചിങ്ങക്കൂറിലും 6 മണിക്കൂറിന് ശേഷം ജനിച്ചവർ കന്നിക്കൂറിലും ഉൾപ്പെടുന്നു. ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ സൂര്യനും കന്നിക്കൂറിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ബുധനുമാകുന്നു. ഉത്രം നക്ഷത്രക്കാർ പൊതുവെ നല്ല സൗന്ദര്യമുള്ളവരും ഭാഗ്യവാന്മാരുമായിരിക്കും. സ്വഭാവശുദ്ധിയിലും ഇവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു പടി മുന്നിലാണ്. ഉത്രം നക്ഷത്രക്കാർ പെട്ടെന്ന് ശുഭിതരാകുമെങ്കിലും ഇവർ തികച്ചും ശുദ്ധഹൃദയരാണ്. മറ്റുള്ളവരോട് ആത്മാർത്ഥതയും ദീനാനുകമ്പയും വാത്സല്യവും ഇവർക്ക് കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. ഇവർ നല്ല പരിശ്രമശാലികളാണ്. ഇവരുടെ പരിശ്രമശീലം ഇവരുടെ ജീവിതം വളരെ അഭിവൃദ്ധിപ്പെടുത്തുന്നതുമായിരിക്കും. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിലും എഴുത്തുകുത്തുകളിലും അധ്യാപക വൃത്തി, ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ ഇവയിലും ഇവർ വളരെ ശോഭിക്കുന്നതായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതവും വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കും. അനുസരണയും ഈശ്വരവിശ്വാസവും കുലീനതയുമുള്ള ഭാര്യമാരായിരിക്കും ഇവർക്ക് വന്നു ചേരുക. ശിരോരോഗം, ദന്തരോഗം, വായുക്ഷോഭം തുടങ്ങിയ അസുഖങ്ങൾ ഇവരെ ബാധിക്കാനിടയുണ്ട്. 25 വയസ്സുവരെ ഇവരുടെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും. പിന്നീട് സാവധാനം പുരോഗതി ഉണ്ടാവുന്നതാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് മുതിർന്നവരോടും ഗുരുജനങ്ങളോടും വളരെ ബഹുമാനവും ആദരവുമെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇവരുടെ എല്ലാം അനുഗ്രഹവും ഇവർക്ക് ലഭിക്കുന്നതാണ്. പൊതുവെ ഇവർ നല്ല ഈശ്വരാധീനമുള്ളവരായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾക്ക് പുറമെ എടുത്തു പറയാനുള്ളത് ഇവർ തികഞ്ഞ ശാന്ത സ്വഭാവക്കാരായിരിക്കും എന്നുള്ളതാണ്. സമാധാനകാംക്ഷികളായ ഇവർ നല്ല വാക്കുകൾ പറയുന്നവരും ആരോടും കഴിയുന്നത്ര ശത്രുത പുലർത്താത്തവരുമായിരിക്കും. ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ശാശ്വതമായ സമാധാനം ഇവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഗൃഹപ്രവേശം നടത്തുന്നതിനും ആദ്യമായി ആഭരണങ്ങൾ ധരിക്കുന്നതിനും കച്ചവടം തുടങ്ങുന്നതിനും എല്ലാം ഉത്രം നക്ഷത്രം വളരെ ശുഭകരമായ ഒരു നക്ഷത്രമാണ്. ചിത്തിര, വിശാഖം, തൃക്കേട്ട, പൂരുരുട്ടാതി, തിരുവാതിര ഈ നാളുകാരുമായുള്ള യാതൊരു വിധത്തിലുള്ള കൂട്ടുപ്രവർത്തനങ്ങളോ ബിസിനസ്സോ ഒന്നും ഇവർക്ക് ഗുണത്തെ പ്രദാനം ചെയ്യുന്നതല്ല. ആദിത്യദശയിൽ ജനിക്കുന്ന ഇവർക്ക് തുടർന്ന് ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരുന്നതാണ്. വ്യാഴം, ബുധൻ, കുജൻ എന്നീ ദശകളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ മൃഗം ഒട്ടകം, വൃക്ഷം ഇത്തി, ഗണം മനുഷ്യഗണം, യോനി പുരുഷയോനി, പക്ഷി കാക്ക, ഭൂതം അഗ്നി, ദേവത ഭഗൻ. ഇവരുടെ പക്ഷി വൃക്ഷ മൃഗാദികളെ വളർത്തുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യ സമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും ഏറെ ഗുണകരമാണ്.